ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മീറ്റ് വിത്ത് സഞ്ജന. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് പെപ്പർ റോസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതേപോലെ മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 3 ടീസ്പൂണോളം വിനാഗിരി, അതേപോലെ 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാളയും കനം കുറച്ച് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കനം കുറച്ച് തന്നെ വേണം അരിഞ്ഞെടുക്കാൻ, കാരണം നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ സവാളയിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ഉപ്പും വിനാഗിരിയും നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ 4 സൈഡും ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം. നമുക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചീനച്ചട്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പ് ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മൊരിക്കരുത്. ഇപ്പൊ നമ്മുടെ സവാള പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചട്ടി ഒന്നും കൂടി ചൂടാക്കിയതിന് ശേഷം ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകിന്റെ ഒരു സ്മെല്ലൊക്കെ വരും ആ സമയത്ത്. അപ്പൊ നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂടാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ മുളക് പൊടി കരിയാതെ നല്ല രീതിയിൽ നമുക്ക് മസാല റെഡിയായി കിട്ടും. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇനി സ്റ്റൗവിന്റെ ആവശ്യമില്ല. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. നമ്മൾ മുട്ടയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ എല്ലാം മസാലയും നമ്മുടെ മുട്ടയിലേക്ക് കവർ ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള മസാലയ്ക്ക് നമുക്ക് നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ട് ആ മസാലയും സവാളയും നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റ് നമുക്ക് റെഡി ആയി കിട്ടിയിരിക്കുകയാണ്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് മസാല ആദ്യം ഒന്ന് സെർവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് നമ്മുടെ മുട്ട ഓരോന്നും എടുത്തു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് മുട്ടയും സവാളയും എടുത്താൽ മതിയാവും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വരുന്ന ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. അതേപോലെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്